എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും പുതിയ വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. 1200 ആണ്ട് വൃശ്ചികമാസം 17-ാം തീയതി തിങ്കളാഴ്ച, അതായത് 2/12/2024 പകൽ 12:01 ശുക്രൻ അതിൻ്റെ ബന്ധുക്ഷേത്രമായ മകരത്തിലേക്ക് രാശി പരിവർത്തനം നടത്തുന്നു. ശുക്രൻ മകരം രാശിയിൽ 28/12/2024 വരെ തുടരുന്നതാണ്. ഈ രാശി പരിവർത്തനം മൂലം ഇനി പറയാൻ പോകുന്ന നാളുകാർക്ക് ശുക്രനെ കൊണ്ട് ശുഭാശുഭ ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നതാണ്. ആദ്യമായി അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദം എന്നീ മേടക്കൂറുകാർക്ക് ശുക്രൻ്റെ മകരം രാശിയിലേക്കുള്ള രാശി പരിവർത്തനം അത്ര നല്ലതല്ല. ഇവർക്ക് ശുക്രനെ കൊണ്ട് ധനനഷ്ടം ഉണ്ടാകുന്നതിനും തൊഴിലിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനും സ്ത്രീകൾ നിമിത്തം കലഹത്തിനും അപമാനത്തിനും സാധ്യതയുണ്ട്. രണ്ടാമതായി കാർത്തിക 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദങ്ങൾ എന്നീ ഇടവക്കൂറുകാർക്ക് ധനലാഭം സിദ്ധിക്കുന്നതിനും കുടുംബസുഖത്തിനും സഹോദര ഗുണത്തിനും ധാർമ്മികമായ കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്നതിനും വിശിഷ്ട സ്ത്രീകളുമായുള്ള സംസർഗത്തിനും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിനും മനസന്തോഷവും കാര്യവിജയവും ഉണ്ടാകുന്നതിനുമുള്ള സാധ്യതയുണ്ട്. മൂന്നാമതായി മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർദം 1, 2, 3 പാദങ്ങൾ എന്നീ മിഥുനക്കൂറുകാർക്ക് പുതിയ വീട് പണി തുടങ്ങുന്നതിനോ അഥവാ പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നതിനോ ഉള്ള സാഹചര്യവും സ്ത്രീസുഖവും സമ്പൽ സമൃദ്ധിയും ദാമ്പത്യ സൗഖ്യവും ഗൃഹോപകരണങ്ങളുടെ ലാഭവും രത്നാഭരണങ്ങളുടെ ഉപലബ്ധിയും ഫലമാകുന്നു. നാലാമതായി പുണർദം 4-ാം പാദം, പൂയം, ആയില്യം എന്നീ കർക്കിടക കൂറുകാർക്ക് ശുക്രൻ്റെ രാശിമാറ്റം അത്ര നല്ലതല്ല. ഇവർക്ക് ഈ സമയം സ്ത്രീകലഹമോ സ്ത്രീകളെ കൊണ്ടുള്ള ഉപദ്രവമോ അനുഭവത്തിൽ വരികയും അപഖ്യാതികൾ കേൾക്കുന്നതിനും മനസ്താപത്തിനും ധനനഷ്ടത്തിനും സാധ്യതയുണ്ട്. അഞ്ചാമതായി മകം, പൂരം, ഉത്രം, ആദ്യപാദം എന്നീ ചിങ്ങക്കൂറുകാർക്കും ശുക്രൻ്റെ രാശി പരിവർത്തനം ശോഭനഫലം നൽകുകയില്ല. ഇവർക്ക് ഈ സമയം കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനും കള്ളന്മാരുടെയും ശത്രുക്കളുടെയും ഉപദ്രവവും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ആറാമതായി ഉത്രം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദങ്ങൾ എന്നീ കന്നിക്കൂറുകാർക്ക് സന്താനങ്ങളെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടും സുഹൃത്തുക്കളെ കൊണ്ടുമുള്ള സുഖാനുഭവങ്ങൾക്കും മനസന്തോഷത്തിനും ധനസമൃദ്ധിക്കും ഗുരുക്കന്മാരെയോ ഗുരു തുല്യരായവരെയോ കണ്ടുമുട്ടുന്നതിലുള്ള സന്തോഷവും അനുഭവത്തിൽ വരാവുന്നതാണ്. ഏഴാമതായി ചിത്തിര 3, 4 പാദങ്ങൾ, ചോതി, വിശാഖം 1, 2, 3 പാദങ്ങൾ എന്നീ തുലാക്കൂറുകാർക്ക് ബന്ധുക്കളുമായുള്ള സൗഹൃദത്തിനും സുഖത്തിനും ജനങ്ങളിൽ നിന്നുമുള്ള സ്നേഹാദരങ്ങൾക്കും പ്രതാപശക്തി വീണ്ടെടുക്കുന്നതിനും ഗൃഹസുഖത്തിനും തൊഴിലിൽ പുരോഗതി ഉണ്ടാകുന്നതിനും സാധ്യതയുള്ള സമയമാണ്. എട്ടാമതായി വിശാഖം 4-ാം പാദം, അനിഴം, കേട്ട എന്നീ വൃശ്ചികക്കൂറുകാർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും ആജ്ഞാഗുണത്തിനും പ്രശസ്തിക്കും ഭാഗ്യാനുഭവങ്ങൾക്കും ധനലാഭത്തിനും മറ്റ് ദ്രവ്യങ്ങളുടെ ലാഭത്തിനും സാധ്യതയുണ്ട്. ഒമ്പതാമതായി മൂലം, പൂരാടം, ഉത്രാടം 1-ാം പാദം എന്നീ ധനുക്കൂറുകാർക്ക് ധനധാന്യ ലാഭം സിദ്ധിക്കുന്നതിനും സർക്കാരിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ ഉള്ള ബഹുമതികൾ കിട്ടുന്നതിനും കുടുംബസുഖത്തിനും വിശേഷ വസ്ത്ര രത്നാഭരണാദികളുടെ ലഭ്യതയ്ക്കും മനസന്തോഷത്തിനും അലങ്കാര സാധനങ്ങളുടെയും സുഗന്ധദ്രവ്യങ്ങളുടെയും ഗൃഹോപകരണങ്ങളുടെയും
ലഭ്യതയ്ക്കും സാധ്യതയുള്ള സമയമാണ്. 10-ാമതായി ഉത്രാടം 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടം 1, 2 പാദങ്ങൾ എന്നീ മകരക്കൂറുകാർക്ക് ഭക്ഷണസുഖത്തിനും കളത്രങ്ങളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങൾക്കും ശയനസുഖത്തിനും വസ്ത്രലാഭത്തിനും കസ്തൂരാദി സുഗന്ധദ്രവ്യങ്ങളുടെ ലഭ്യതയ്ക്കും സാധ്യതയുണ്ട്. 11-ാമതായി അവിട്ടം 3, 4 പാദങ്ങൾ, ചതയം, പൂരുരുട്ടാതി 1, 2, 3 പാദങ്ങൾ എന്നീ കുംഭക്കൂറുകാർക്ക് ധനസമൃദ്ധിക്കും ബന്ധുക്കളെ കൊണ്ടും സുഹൃത്തുക്കളെ കൊണ്ടുമുള്ള ഗുണാനുഭവങ്ങൾക്കും വിശേഷ വസ്ത്രാഭരണാദികളുടെ ലഭ്യതയ്ക്കും ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയസാധ്യതയുണ്ടാകുന്നതിനും രോഗശമനത്തിനും സാധ്യതയുള്ള സമയമാണ്. 12-ാമതായി പൂരുരുട്ടാതി 4-ാം പാദം, ഉത്രട്ടാതി, രേവതി എന്നീ മീനക്കൂറുകാർക്ക് ധനസമൃദ്ധി ഉണ്ടാകുന്നതിനും ബന്ധുമിത്രാദികളെ കൊണ്ടുള്ള സന്തോഷത്തിനും ഭോജനസുഖത്തിനും വസ്ത്രാഭരണാദികളുടെ ലഭ്യതയ്ക്കും മനസന്തോഷത്തിനും സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾക്കും സാഹചര്യമുള്ള സമയമാണ്. മേൽപ്പറഞ്ഞ ഫലങ്ങൾ ശുക്രൻ്റെ മാത്രം രാശിസംക്രമണം മൂലം ഉണ്ടാകാവുന്ന ഫലങ്ങളാണ്. ഇതേപോലെ മറ്റു ഗ്രഹങ്ങളുടെയും ഗ്രഹചാരം മൂലമുണ്ടാകാവുന്ന ശുഭാശുഭ ഫലങ്ങൾക്കനുസൃതമായി മേൽപ്പറഞ്ഞ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാവുന്നതാണ്. ജാതകത്തിൽ ശുക്രൻ നിൽക്കുന്ന രാശിയിൽ അഷ്ടവർഗത്തിൽ 5-ൽ കൂടുതൽ അക്ഷങ്ങളുണ്ടെങ്കിൽ ശുക്രനെ കൊണ്ടുള്ള ദോഷഫലങ്ങൾ കുറയുകയും ശുഭഫലങ്ങളിൽ വൃദ്ധിയുണ്ടാവുകയും ചെയ്യും. ശുക്രൻ്റെ മകരം രാശിയിലെ സ്ഥിതി മൂലം ശുക്രനും ചൊവ്വയും തമ്മിൽ പരസ്പര ദൃഷ്ടിയിൽ നിൽക്കുന്നതിനാൽ ഈ സമയം സ്ത്രീ സംബന്ധമായ വിഷയങ്ങളിൽ അപഖ്യാതി കേൾക്കാതെ ജാഗ്രത പുലർത്തുന്നത് നല്ലതായിരിക്കും. ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരുന്നവർ മഹാലക്ഷ്മി പ്രീതികരങ്ങളായ പൂജകൾ ചെയ്തും മഹാലക്ഷ്മി, സൂര്യൻ, ശുക്രൻ എന്നിവരുടെ കീർത്തനങ്ങളോ ശ്ലോകങ്ങളോ ഭക്തിയോടെ ജപിച്ചും ദോഷശാന്തി വരുത്താവുന്നതാണ്. ഇനി ഇന്നത്തെ ചോദ്യോത്തര പങ്ക്തിയിലേക്ക് കടക്കാം. ഇന്നത്തെ ചോദ്യം തൃശ്ശൂരിൽ നിന്നും ഷാനോജാണ് ചോദിച്ചിരിക്കുന്നത്. ജനന സമയത്ത് ദോഷങ്ങൾ വല്ലതുമുണ്ടോ? ഇതുവരെ ജീവിതം വളരെ മോശമാണ്. ഇനി പ്രതീക്ഷ വയ്ക്കാൻ വല്ലതും ഉണ്ടോ എന്നിവയാണ് ചോദ്യം. പ്രേക്ഷകന് 1 വയസ്സുവരെ ഭാഗ്യാധിപനും ശരഭയോഗത്തിൽ നിൽക്കുന്നതുമായ ചന്ദ്രൻ്റെ മഹാദശാസമയവും അത് കഴിഞ്ഞ് 8 വയസ്സുവരെ ലാഭസ്ഥാനത്ത് വക്രത്തിൽ നിൽക്കുന്ന ലഗ്നാധിപനായ ചൊവ്വയുടെ ദശാസമയവുമായിരുന്നു. ഈ ദശാസമയം രണ്ടും നല്ല സമയമായിരുന്നെങ്കിലും ബാല്യകാലത്തിലായിരുന്നതിനാൽ അതുകൊണ്ടുള്ള ഗുണഫലങ്ങൾ ജാതകന് കാര്യമായി അനുഭവത്തിൽ വന്നിട്ടില്ല. അതിനുശേഷം 18-4-1990 മുതൽ 17-4-2008 വരെ അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദശാസമയമായിരുന്നതിനാൽ സമയം അത്ര നല്ലതായിരുന്നില്ല. 18-4-2008 മുതൽ 17-4-2024 വരെ വക്രഗതിയിൽ നിൽക്കുന്ന ധനസ്ഥാനാധിപനും സന്താന സ്ഥാനാധിപനുമായ വ്യാഴത്തിൻ്റെ ദശാസമയമായിരുന്നു. വ്യാഴം വക്രബലത്തിലും നവാംശകം ചെയ്തിരിക്കുന്നത് അതിന് ബലമുള്ള രാശിയായ കുംഭം രാശിയിലും ഷഡ്വർഗ ബലത്തിലുമാണെങ്കിലും ദുസ്ഥാനമായ 12-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴദശയിൽ ജാതകന് കാര്യമായ ഗുണാനുഭവങ്ങളൊന്നും കിട്ടുകയില്ല. ഈ സമയം സ്ഥാനഭ്രംശം, അന്യദേശവാസം, എന്തിലും അലസത, ദേഹദുരിതം, ധനവ്യയം, അപവാദം എന്നിവ അനുഭവത്തിൽ വന്ന സമയമാണ്. എന്നാൽ വക്രബലത്തിൽ നിൽക്കുന്നത് കാരണം ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ധനലാഭം ഉണ്ടാകാമെങ്കിലും അതുപോലെ ചിലവും വർദ്ധിക്കും. 18-4-2024 മുതൽ 17-4-2043 വരെ വക്രബലത്തിൽ വർഗോത്തമത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്ന ശനിയുടെ മഹാദശയായതിനാൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ശനിയും ചൊവ്വയും യോഗം ചെയ്യുന്നത് മൂലം അഗ്നിമാരുത യോഗമെന്ന ദുര്യോഗമാണ് പറയുന്നതെങ്കിലും ജാതകത്തിൽ ചൊവ്വ ലഗ്നാധിപനാകയാൽ ഈ ദുര്യോഗഫലം കാര്യമായി അനുഭവത്തിൽ വരികയില്ല. അതിനാൽ ശനിദശാസമയം ഗുണദോഷ സമ്മിശ്രമായ സമയമായിരിക്കും. ഈ സമയം ധനലാഭവും സുഖാവസ്ഥയും സൗഭാഗ്യവും ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്നതാണ്. മേൽപ്പറഞ്ഞ ദുര്യോഗമൊഴിച്ച് ജാതകത്തിൽ മറ്റ് കാര്യമായ ദുര്യോഗങ്ങളൊന്നും തന്നെ ഇല്ല. ശരഭയോഗം, കേസരിയോഗം എന്നിവയുണ്ടെങ്കിലും
കേസരി യോഗത്തിൻ്റെ യോഗകർത്താവായ വ്യാഴം അനിഷ്ടസ്ഥാനസ്ഥനാകയാൽ ഫലത്തിൽ കുറവ് വരും. എങ്കിലും മേൽപ്പറഞ്ഞ യോഗങ്ങളുള്ളതിനാലും സപ്തഗ്രഹങ്ങളും ഷഡ്വർഗത്തിൽ ബലവാന്മാരായി സ്ഥിതി ചെയ്യുന്നതിനാലും കാര്യമായ ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരികയില്ല. അതിനാൽ കൂടുതൽ മനസ്താവപ്പെടേണ്ട കാര്യമില്ല. പ്രേക്ഷകന് കഴിഞ്ഞ 7.25 വർഷം കൊണ്ട് 7 ശനി സമയം കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാൽ കൂടിയാണ് ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവിക്കേണ്ടി വന്നത്. ഈ 7 ശനി 29/3/2025 മാറി നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരാൻ തുടങ്ങുന്നതാണ്. ശനിദശ കഴിയുന്നതുവരെ ശനിയാഴ്ച ദിവസം രാവിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജന വഴിപാട് കഴിച്ച് ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുകയും അരയാലിന് അരയാൽ മന്ത്രം ജപിച്ചുകൊണ്ട് 7 പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കുകയും സൂര്യകീർത്തനങ്ങളും ശനികീർത്തനങ്ങളും ജപിക്കുകയും ചെയ്യുക. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.